നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിൻ്റെ 4ാം ദിനമായ ഇന്ന് ഗഹനമായ ചർച്ചകൾക്കാണ് നിയമസഭ സാക്ഷിയായത്. ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 3 ധനാഭ്യർത്ഥനകളിന്മേലുള്ള വോട്ടെടുപ്പും ചർച്ചയുമാണ് ഇന്ന് നടന്നത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് സഭയിൽ ഇന്ന് മന്ത്രിമാർ വാക്കാൽ മറുപടി നൽകിയത്. പുതിയ മദ്യനയം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് നൽകിയ ശുപാർശകൾ, വിദ്യാലയങ്ങളുടെ പശ്ചാത്തല വികസനം, സാഹസിക വിനോദസഞ്ചാരം, ഡിജിറ്റൽ സർവേയുടെ പുരോഗതി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് സഭയെ അറിയിച്ചു. ടൂറിസം വകുപ്പ് ഇതിലൊരു നിലപാട് പറഞ്ഞിട്ടില്ല. ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല. ടൂറിസം ഡയറക്ടർ ഒരു മാസം 40-ലധികം യോഗം വിളിക്കും. അത് LDF ഭരിച്ചപ്പോഴും നേരത്തെ UDF ഭരിച്ചപ്പോഴും അങ്ങനെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗങ്ങളൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടല്ല. ആ യോഗങ്ങളിലൊക്കെ മന്ത്രി പങ്കെടുക്കണമെന്നില്ല. ആ യോഗങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമായി എന്തെങ്കിലും വരുമ്പോൾ ആ തീരുമാനം വേണമെങ്കിൽ സ്വീകരിക്കാം, തള്ളാം, അതിൽ പലതും കൂട്ടിച്ചേർക്കാം. ഇത് സ്വാഭാവികമാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എക്സൈസ്, ടൂറിസം വകുപ്പുകൾ കൂടിയാലോചിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ എക്സൈസ് വകുപ്പ് എല്ലാ മേഖലകളിലുള്ളവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് തീർച്ചയായും നമുക്ക് എക്സൈസ് വകുപ്പ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പോസിറ്റീവായി തന്നെ ഒരു ചർച്ച നടത്തി മുന്നോട്ട് പോകാവുന്നതാണ്. സംസ്ഥാനത്ത് SSLCക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യണം. നമുക്ക് മിനിമം മാർക്ക് കുട്ടികൾക്ക് കിട്ടത്തക്ക രൂപത്തിലുള്ള സംവിധാനം ഉണ്ടാവണം. അതിന് അധ്യാപകർ അതനുസരിച്ച് പരിശീലിപ്പിക്കണം. എല്ലാ നിലയിലും ആ നില കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആലോചന നടത്തണം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യണം. +2 പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും അതിനായി പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സർ, 15 വർഷമായി ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം പരിഷ്കരിച്ചിട്ട് 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ പരിഷ്കരിച്ച പാഠപുസ്തകം 10 വർഷത്തിന് മുമ്പ് പരിഷ്കരിച്ച പാഠപുസ്തകമാണ്. അപ്പം അതുകൊണ്ട് ഈ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 4 ലക്ഷം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതായി റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ സഭയെ അറിയിച്ചു. കേവലം 1.5 വർഷക്കാലം കൊണ്ട് 4 ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിൽ അളന്ന് കൃത്യതയോടെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം. സർവേ നടപടികളിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കുന്നതായും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ, ആരോഗ്യ, ഭൂപരിഷ്കരണ മേഖലയിൽ കേരളത്തിന്റെ നേട്ടം പോലെ കേരളം ഇതാ സർവേ രംഗത്തും ഒരു പുതിയ കേരള മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നു. കുവൈറ്റ് മാംഗസിലെ ഫ്ളൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ പ്രവാസികൾക്ക് സഭ അനുശോചനം രേഖപ്പെടുത്തി. കുവൈത്ത് അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് കേരള നിയമസഭയുടെ അനുശോചനം. തീപിടുത്തത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളുടെയും ആശ്രിതരുടെയും ദുഃഖത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു. പൊള്ളലേറ്റവരുടെയും പരിക്കേറ്റവരുടെയും ഹൃദയപൂർവ്വം ആശ്വസിപ്പിക്കുന്നു. കുവൈറ്റിലെ മംഗഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ്. മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാ ബന്ധുക്കളോടും എല്ലാവരും ഉണ്ടായ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരും. കുവൈറ്റ് അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ കേരള നിയമസഭയുടെ അഗാധമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. ചേലക്കര നിയോജക മണ്ഡലത്തിലെ നിയമസഭാംഗമായിരുന്ന ശ്രീ K. രാധാകൃഷ്ണൻ 2024 ജൂൺ 18 പ്രാബല്യത്തിൽ അംഗത്വം രാജിവെച്ച വിവരം സ്പീക്കർ സഭയെ അറിയിച്ചു. ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും 15ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ശ്രീ K. രാധാകൃഷ്ണൻ 2024 ജൂൺ 18 മുതൽ
പ്രാബല്യത്തിൽ കേരള നിയമസഭയിൽ അംഗത്വം രാജിവെച്ചിരിക്കുന്നു. കണ്ണൂർ തലശ്ശേരി എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തലശ്ശേരി എരഞ്ഞോളി കടക്കുളത്ത് സ്റ്റീൽ ബോംബ് പൊട്ടി ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങളിൽ ആശങ്കയുണ്ടായതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും ശ്രീ സണ്ണി ജോസഫും മറ്റ് 5 പേരുമാണ് നോട്ടീസ് നൽകിയത്. ഓർഡർ റൂൾ 50. തലശ്ശേരി എരഞ്ഞോളി കുടക്കളത്ത് സ്റ്റീൽ ബോംബ് പൊട്ടി കുടക്കളം സ്വദേശി മരണപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങളിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ്, പി ഉബൈദുള്ള, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറമ്പിൽ തേങ്ങ വറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കയറി ഈ സ്റ്റീല് സാധനം കിട്ടുന്നു. അതെന്താണെന്ന് അറിയാതെ ഒരു സാധാരണക്കാരൻ 85 വയസ്സുകാരൻ അത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അത് സ്ഫോടനമായി അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റി. അദ്ദേഹം മരണപ്പെടുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല. എന്നാൽ കണ്ണൂരിൽ സമാധാനപരമായ അന്തരീക്ഷമാണുള്ളതെന്നും സംഭവത്തെ അതീവ ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നതെന്നും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പോലീസ് ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ച് ക്രൈം നമ്പർ 607/2024 തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല എന്നും മുഖം നോക്കാതെ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുമെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല. സർ, അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്തിന് അർഹമായ കേന്ദ്രവിഹിതവും കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതവും കുടിശ്ശിക തീർത്ത് സമയബന്ധിതമായി ലഭ്യമാക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് ശ്രീ പി നന്ദകുമാർ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ പോലീസ് സേനയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ശ്രീ അൻവർ സാദത്ത് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി മന്ത്രി വീണ ജോർജും മറുപടി നൽകി. സാർ, ഏതെങ്കിലും ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയിൽ ആ നടപടിക്രമങ്ങൾ കേസ് തുടർന്നു വരികയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികൾ അതിനുശേഷം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് വ്യക്തമായി ഒരു നിലപാട് സർക്കാർ ഈ സഭയിൽ പ്രഖ്യാപിക്കും എന്ന് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഈ വരുന്ന കാലത്ത് സമീപ ഭാവിയിൽ തന്നെ ജീവനക്കാരുടെ അധ്യാപകരുടെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുക എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിനാവശ്യമായ നിലപാടെടുക്കുമെന്ന് ധൈര്യമായിട്ട് അങ്ങക്ക് ഇന്ന് ഈ സമരത്തിന്റെ ഭാഗമായി പറയാനാണല്ലോ. എന്തായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഒക്കെ ആനുകൂല്യം കൊടുക്കും. ഒട്ടും വൈകാതെ തന്നെ ഇരിക്കൂർ മണ്ഡലത്തിൽ ശ്രീകണ്ഠാപുരം ആസ്ഥാനമായി ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ച് ഉത്തരവുണ്ടാകണമെന്ന് ഈ സബ്മിഷനോട്. സംസ്ഥാനത്ത് ദുരന്ത സാധ്യത കണക്കിലെടുത്ത് മുൻഗണന നൽകേണ്ട സ്ഥലങ്ങളിൽ പുതിയ അഗ്നിരക്ഷാ നിലയങ്ങൾ ആരംഭിക്കുന്നതിന് തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുമുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 15, 30, 42 നമ്പർ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പുമാണ് സഭയിൽ ഇന്ന് നടന്നത്. 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ സംബന്ധിച്ച് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ എന്നിവർ മറുപടി പറഞ്ഞു. ഒരു ഏജൻസി, പ്രധാനപ്പെട്ട ഏജൻസി ഹോട്ടലി വെയിറ്റ് ഒരു പഠനം നടത്തി. അതിൽ കോവിഡിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ബുക്കിംഗ് നടന്ന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തി. അതിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത്. നമ്മുടെ കുമരകം അതിൽ 1-ാം സ്ഥാനത്ത് വന്നു. കോവളം 3-ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് സഭയെ അറിയിക്കുന്നു. നാളിതുവരെ കഴിഞ്ഞ ഒരു വർഷത്തെ നാളിതുവരെ 1,97,671 കർഷകരിൽ നിന്നായി 5,57,000 മെട്രിക് ടൺ നെല്ല് സംഭരിക്കുകയാണുണ്ടായത്. ഇതിൻ്റെ വിലയായത് 1,578,60,60,00,000 രൂപയാണ്. ഇതിൽ
130.69 കോടി രൂപ PRS വായ്പയായി കർഷകർക്ക് നൽകിയിട്ടുണ്ട്. പൊതുമരാമത്തെന്ന 15-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ 7-ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ഇനി ഭക്ഷ്യമെന്ന 30-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയുടെ നേരെ 7-ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4 മണിയോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്.